തൃശൂർ DCC ഓഫീസിലെ കൂട്ടത്തല്ലിൽ പോലീസ് കേസെടുത്തു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരടക്കം 20 പേർക്കെതിരെയാണ് കേസ്. DCC ജനറൽ സെക്രട്ടറി സജീവൻ കുരിയച്ചിറയുടെ പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, ഇന്നലെ നാണക്കേടുണ്ടാക്കുന്ന സംഭവം ഉണ്ടായതിന് പിന്നാലെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഉണ്ടായതാണ്. ദേശീയ നേതൃത്വത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുള്ളതാണ്. സുധാകരൻ നാളെ തൃശ്ശൂരിലേക്ക് എത്താൻ പോകുന്നു. ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാകാൻ പോകുന്നത് സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ദേശീയ നേതൃത്വത്തിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്ന്? ഒപ്പം ഏറ്റവും ഒടുവിലായി ഉണ്ടായിരിക്കുന്ന പോലീസ് നടപടിയുടെ വിവരങ്ങൾ. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും നാണക്കേടുണ്ടാകും അതാണ് ഇന്നലെ DCCയിൽ അരങ്ങേറിയത്. ഈ സംഭവത്തിൽ KPCC തന്നെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാനിരിക്കെയാണ് ഇപ്പോൾ ഈ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നത്. അതും ഈ സജീവൻ കുര്യച്ചിറ എന്ന ഓഫീസ് സെക്രട്ടറി കൂടിയായിട്ടുള്ള DCC ജനറൽ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ DCC പ്രസിഡന്റിനെ തന്നെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 20 പേർക്കെതിരെയാണ്, DCC പ്രസിഡന്റ് ഉൾപ്പെടെ 20 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള TN ചന്ദ്രൻ, K ഗോപാലകൃഷ്ണൻ, TM രാജീവ്, പ്രമോദ്, വിമൽ, വിനോദ് തുടങ്ങിയവർക്കെതിരെയാണ് 7 പേർക്കെതിരെയാണ് കേസ്. അതോടൊപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന 20 ബാക്കിയുള്ളവർ കണ്ടാൽ അറിയാവുന്ന പ്രതികളാണ്. അങ്ങനെ ആകെ 20 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സജീവൻ കുര്യച്ചിറ നിലവിൽ തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നലെ അരങ്ങേറിയ സംഭവം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന നിലപാടിലാണ് DCC നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയിലേക്ക് പോവുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. FIRൽ തന്നെ സജീവൻ കുര്യച്ചിറ നൽകിയിരിക്കുന്ന പരാതി പ്രകാരമാണ്. അതായത് DCCയിലേക്ക് വരുന്ന സമയത്ത് താനാണ് DCCക്ക് മുന്നിൽ ഈ പോസ്റ്റർ പതിപ്പിച്ചത് എന്ന മുൻവൈരാഗ്യത്തോടു കൂടിയാണ് ആരോപിച്ചുകൊണ്ട് തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് സജീവൻ കുര്യച്ചിറ പറയുന്നത്. കഴിഞ്ഞ 3 ദിവസമായി DCCക്ക് മുന്നിൽ ഈ വലിയ രീതിയിൽ നേതൃത്വത്തിനെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പതിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാണ് ഇന്നലെ കൂട്ടത്തല്ലിലേക്ക് കലാശിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ KPCC വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു. സമാന്തരമായി തന്നെ ഇപ്പോൾ ഈ സംഭവത്തിൽ പോലീസും കേസെടുത്തിരിക്കുന്നു. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന്.